അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം, അതിൽ 27-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം മുതൽ നമ്മളിന്ന് പാരായണം ചെയ്യുന്നു. സപ്തമ്യാം ച തഥാഷ്ടമ്യാം നവമ്യാം ഭക്തിഭാവത ത്രിരാത്രകരണാൽ സർവം ഫലം ഭവതി പൂജനാൽ. പൂജാഭിശ്ചൈവ ഹോമൈശ്ച കുമാരീ പൂജനൈസ്തഥാ സമ്പൂർണം തദ്വ്രതം പ്രോക്തം വിപ്രാണാം ചൈവ ഭോജനൈ. വ്രതാനി യാനി ചാന്യാനി ദാനാനി വിവിധാനി ച നവരാത്രവ്രതസ്യാസ്യ നൈവ തുല്യാനി ഭൂതലേ. ധനധാന്യപ്രദം നിത്യം സുഖസന്താനവൃദ്ധിദം ആയുരാരോഗ്യദം ചൈവ സ്വർഗദം മോക്ഷദം തഥാ. വിദ്യാർത്ഥീ വാ ധനാർത്ഥീ വാ പുത്രാർത്ഥീ വാ ഭവേന്നര തേനേദം വിധിവൽക്കാര്യം വ്രതം സൗഭാഗ്യദം ശിവം. വിദ്യാർത്ഥി സർവവിദ്യാം വൈ പ്രാപ്നോതി വ്രതസാധനാൽ. രാജ്യഭ്രഷ്ടോ നൃപോ രാജ്യം സമവാപ്നോതി സർവദാ. പൂർവജന്മനിയേർനൂനം ന കൃതം വ്രതമുത്തമം തേ വ്യാധിനോ ദരിദ്രാശ്ച ഭവന്തി പുത്രവർജിതാ. വന്ധ്യാ ച യാ ഭവേന്നാരി വിധവാ ധനവർജിതാ. അനുമാ
തത്ര കർത്തവ്യാ നേയം കൃതവതീ വ്രതം നവരാത്രവ്രതം പ്രോക്തം ന കൃതം യേന ഭൂതലേ സ കഥം വിഭവം പ്രാപ്യ മോദത്തെ ച തഥാ ദിവി രക്തചന്ദനസമ്മിശ്രൈ കോമളൈർവില്വപത്രകൈ ഭവാനീ പൂജിതാ യേന സ ഭവേന്നൃപതിക്ഷിതൗ നാരാധിതാ യേന ശിവാ സനാതനീ ദുഃഖാർത്തിഹാ സിദ്ധികരീ ജഗദ്വരാ ദുഃഖാവൃത ശത്രുയുതശ്ച ഭൂതലേ നൂനം ദരിദ്രോ ഭവതീഹ മാനവ യാം വിഷ്ണുരിന്ദ്രോ ഹരപത്മജൗ തഥാ വഹ്നി കുബേരോ വരുണോ ദിവാകര ധ്യായന്തി സർവാർത്ഥസമാപ്തിനന്ദിതാസ്താം കിം മനുഷ്യാ ന ഭജന്തി ചണ്ഡികാം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 27-ാമത്തെ അധ്യായം 13-ാമത്തെ ശ്ലോകം മുതൽ 24 കൂടിയുള്ള ശ്ലോകങ്ങളുടെ മലയാള തർജ്ജമ ഭാഷാഗാനം പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സപ്തമിക്കും 2 നാളും രാത്രിയിൽ ഉപവസിച്ചു ദേവി പൂജ ചെയ്താൽ സർവഫലസിദ്ധിദം. പൂജഹോമം കുമാരി പൂജയും വിപ്രഭോജനവും പൂർണ്ണമായ നവരാത്രി വ്രതം അറിയൂ. ലോകത്തിലെ വ്രതങ്ങളും ദാനങ്ങളും ഒന്നും തന്നെ നവരാത്ര വ്രതത്തിനു തുല്യമാകില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ധനധാന്യം സുഖം പിന്നെ സന്താനാഭിവൃദ്ധി നൽകും. ആയുസ്സാരോഗ്യവും സ്വർഗം മോക്ഷവും മേകും. വിദ്യാർത്ഥിയും ധനാർത്ഥിയും പുത്രാർത്ഥിയും സൗഭാഗ്യത്തെ നൽകിയിടും. ഈ വ്രതം വിധി പോലെ ചെയ്യണം. വിദ്യാർത്ഥിക്കു വ്രതത്തിനാൽ സർവവിദ്യ കൈവന്നിടും. രാജ്യഭ്രഷ്ടനാം രാജനോ രാജ്യം ലഭിക്കും. മുജന്മത്തിൽ നവരാത്രി വ്രതം എടുക്കാത്തവർക്കു രോഗം ദുഃഖം പുത്രഹീനത്വവും ഉണ്ടാകും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വന്ധ്യയും വിധവ പിന്നെ
ദാരിദ്ര്യം അനുഭവിപ്പോർ അവരെ കുറിച്ചും അനുമാനിച്ചിടേണം. നവരാത്രവ്രതമെടുക്കാത്തിടാത്തോറേതു വിധം ഇഹത്തിലെ സുഖം നേടും സ്വർഗത്തിലെയും ഭംഗിയുള്ള വില്വപത്രം. രക്തചന്ദനം പുരട്ടി ഭഗവതി പൂജ ചെയ്താൽ രാജാവായിടും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശിവയായ ഭഗവതി നിത്യദുഃഖനാശിനിയും സിദ്ധിപ്രദ ജഗത്തിലോ സർവശ്രേഷ്ഠതാൻ. ആരാണോ ദേവി പൂജയെ നടത്താതെ ഇരിക്കുന്നു അവൻ ദുഃഖി ശത്രുഗ്രസ്തൻ ദരിദ്രനും താൻ. വിഷ്ണു ഇന്ദ്രൻ രുദ്രൻ ബ്രഹ്മൻ അഗ്നി പിന്നെ കുബേരനും വരുണനും ആദിത്യനും പൂർണ്ണതൃപ്തരായി. ആരെയാണോ ധ്യാനിക്കുന്നു ആ ചണ്ഡികാദേവിയെയും നരനെന്തുകൊണ്ടാണാവോ ഭജിക്കുന്നില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 301 ദിവസം. ഇന്ന് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 27 അധ്യായത്തിൽ 13 ശ്ലോകം മുതൽ 24 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നതും. സപ്തമ്യാം ച തഥാഷ്ടമ്യാം നവമ്യാം ഭക്തിഭാവത ത്രിരാത്രക്കരണാൽ സർവം ഫലം ഭവതി പൂജനാത്. നവരാത്ര വ്രതങ്ങളെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ പറഞ്ഞു, നവരാത്ര ദിനങ്ങൾ പൂർണ്ണമായി ഉപാസിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് 3 ദിവസം ഉപാസിച്ചാൽ പോലും ആ യഥോക്തമായിരിക്കുന്ന മുമ്പ് പറഞ്ഞിട്ടുള്ള ഫലങ്ങളൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഏതാണത് എന്നാണ്. സപ്തമി, അഷ്ടമി, നവമി. നവരാത്രിയുടെ 7, 8, 9 ഈ 3 ദിവസവും
രാത്രി ഉപവസിക്കുക. എന്നിട്ടോ ത്രിരാത്രക്കരണാൽ സർവം ഫലം ഭവതി പൂജനാൽ. അങ്ങനെ ദേവീ പൂജ ചെയ്താൽ ഭക്തിഭാവത, അതും പ്രത്യേകമായിട്ട് പറഞ്ഞു, ഭക്തിയോടുകൂടി ദേവീ പൂജ ചെയ്താൽ അവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും ദേവി സാധിപ്പിക്കും. പൂജാഭിശ്ചൈവ ഹോമൈശ്ച കുമാരീ പൂജനൈസ്തഥാ. ദേവീ പൂജ, ഹോമങ്ങൾ, കുമാരീ പൂജ, ബ്രാഹ്മണ ഭോജനം, വിപ്രാണം ചൈവ ഭോജനൈഹി, ബ്രാഹ്മണർക്കുള്ള ഭോജനം, ഇത് 4 ചെയ്താൽ സമ്പൂർണം തദ്വ്രതം പ്രോക്തം. അങ്ങനെയെങ്കിൽ ആ വ്രതം സമ്പൂർണമായി പരിപൂർണമായിരിക്കുന്ന നവരാത്ര വ്രതമാണ് അത് എന്ന് പറയുന്നു. ആര് പറയുന്നു? സജ്ജനങ്ങൾ, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളെ, ഭക്തന്മാര് പറയുന്നു. വ്രതാനി യാനി ചാന്യാനി ദാനാനി വിവിധാനി ച നവരാത്രവ്രതസ്യാസ്യ നൈവ തുല്യാനി ഭൂതലേ. ഈ ഭൂതലത്തിൽ, ഭൂമിയിൽ വ്രതാനിയാനി ചാന്യാനി, മറ്റ് വ്രതങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ ദാനങ്ങളുണ്ട് പലതരത്തിൽ. പക്ഷേ അതൊന്നും തന്നെ നവരാത്രവ്രതത്തിന് തുല്യമല്ല. നൈവ തുല്യാനി ഭൂതലേ, ഈ ഭൂമിയിൽ തുല്യമല്ല. പിന്നെ ധനധാന്യപ്രദം നിത്യം സുഖസന്താനവൃദ്ധിതം ആയുരാരോഗ്യദം ചൈവ സ്വർഗദം മോക്ഷദം തഥാ. ഒരു മനുഷ്യന് എന്തൊക്കെയാ വേണ്ടത്? ആദ്യം പറഞ്ഞു ധനധാന്യപ്രദം, ധനധാന്യങ്ങൾ നൽകുന്നു. സുഖസന്താനവൃദ്ധിതം, സുഖത്തെയും സന്താനാഭിവൃദ്ധിയെയും നൽകുന്നു. ആയുരാരോഗ്യതം, ആയുരാരോഗ്യങ്ങൾ നൽകുന്നു. പിന്നെ അതേപോലെ തന്നെ സ്വർഗവും മോക്ഷവും നൽകുന്നു. ഒരു മനുഷ്യന് വേണ്ടത് അതൊക്കെയാണ് അല്ലേ? നല്ല പോലെ ധനം ഉണ്ടാവുക, നമുക്ക് ഭക്ഷിക്കാൻ ധാന്യം ഉണ്ടാവുക, സുഖം ഉണ്ടാവുക, സന്താനങ്ങൾ ഉണ്ടാവുക, അതേപോലെ തന്നെ ആയുരാരോഗ്യം. ഇതൊക്കെ ഉണ്ടായാലും ആയുരാരോഗ്യം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, അതുണ്ടാവുക. അവസാനം സ്വർഗവും മോക്ഷവും നൽകുന്നതാണ് ഈ നവരാത്രി വ്രതം എന്നാണ്. വിദ്യാർത്ഥി വാ ധനാർത്ഥി വാ പുത്രാർത്ഥി വാ ഭവേന്നര. അതുകൊണ്ട് വിദ്യ ആഗ്രഹിക്കുന്നവൻ വിദ്യാർത്ഥി, ധനാർത്ഥി ധനമാഗ്രഹിക്കുന്നവൻ ധനാർത്ഥി, പുത്രാർത്ഥി സന്താന സൗഭാഗ്യം ആഗ്രഹിക്കുന്നവൻ പുത്രാർത്ഥി. ഇവർക്ക് തേനേദം വിധിവത് കാര്യം വ്രതം സൗഭാഗ്യദം ശിവം. അവർ വേണ്ടതുപോലെ വിധിപൂർവം ഈ നവരാത്രവ്രതത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സൗഭാഗ്യപ്രദമാണ്, മംഗളത്തെ നൽകുന്നതാണ്. സൗഭാഗ്യദം ശിവം വ്രതം എന്നാണ്. അപ്പോൾ സൗഭാഗ്യദായകവും മംഗളകരമായിരിക്കുന്ന ഈ വ്രതം അനുഷ്ഠിക്കണം. ആരൊക്കെ? വിദ്യാർത്ഥി, ധനാർത്ഥി, പുത്രാർത്ഥി, ഇവരൊക്കെ തന്നെ. അപ്പം നമ്മുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിന്, അമ്മയുടെ അനുഗ്രഹത്തിനായി നവരാത്രവ്രതം അനുഷ്ഠിക്കണം എന്ന് പറയുന്നു. പിന്നെ വിദ്യാർത്ഥി സർവവിദ്യാം വൈ, വിദ്യ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് എല്ലാ വിദ്യകളും ലഭിക്കണോ ഇതോടുകൂടി. വിദ്യാർത്ഥി സർവവിദ്യാം വൈ പ്രാപ്നോതി വ്രതസാധനാൽ, വ്രതം വേണ്ടതുപോലെ അനുഷ്ഠിച്ചാൽ. അതേപോലെ രാജ്യഭ്രഷ്ടോ നൃപോ രാജ്യം സമവാപ്നോതി സർവദ, രാജ്യം നഷ്ടപ്പെട്ട ആൾക്ക് രാജ്യം തിരിച്ചു കിട്ടണു. ആ ധ്രുവസന്ധിയുടെ മകൻ്റെ കഥ നമ്മൾ നേരത്തെ കേട്ടതാണ് അല്ലേ? അപ്പോൾ അതേപോലെ രാജ്യഭ്രഷ്ടനായിട്ടുള്ള രാജാവിന് രാജ്യം തിരിച്ചു കിട്ടും. പൂർവജന്മനിയേർനൂനം ന കൃതം വ്രതമുത്തമം, പൂർവജന്മത്തിൽ ഈ ഉത്തമമായ വ്രതം അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ, ആർക്കാണോ അനുഷ്ഠിക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ അതിന് ശ്രമിക്കാത്തത്, അതിന് കൂട്ടാക്കാത്ത ആളുകൾ, അവർ അടുത്ത ജന്മത്തിൽ എന്തായിട്ട് തീരും? അവിടെ തേ വ്യാധിനോ ദരിദ്രാശ്ച ഭവന്തി പുത്രവർജിത, അവർക്ക് വ്യാധികൾ, രോഗങ്ങളുണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, സന്താനഹീനരും ആയിത്തീരും എന്നാണ്. പിന്നെ വന്ധ്യാചായ ഭവേന്നാരി വിധവാ ധനവർജിത അനുമാ തത്ര കർത്തവ്യ നേയം കൃതവതി വ്രതം. ഇവർ വ്രതം ചെയ്തിട്ടില്ല, വ്രതം അനുഷ്ഠിച്ചിട്ടില്ല. ആരൊക്കെ? ഏത് സ്ത്രീയാണോ വന്ധ്യയായിരിക്കുന്നത്, കുട്ടികളില്ലാത്തവള്, വിധവ ഭർത്താവ് നഷ്ടപ്പെട്ടവര്, അതല്ലെങ്കിൽ ധനവർജിത ദരിദ്രയായിട്ടുള്ളവര്, അവളെക്കുറിച്ച് നമ്മൾ നമ്മൾ അനുമാനിക്കണം എന്നാണ്. എന്ത്? തത്ര കർത്തവ്യ നേയം കൃതവതി വ്രതം. അതായത് അവളും പൂർവജന്മത്തിൽ ഈ വ്രതം, നവരാത്ര വ്രതം വേണ്ടതുപോലെ അനുഷ്ഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം.
നവരാത്രവ്രതം പ്രോക്തം ന കൃതം യേന ഭൂതലേ. ഈ നവരാത്രവ്രതം പറഞ്ഞ പോലെ ആരാണോ ലോകത്തിൽ ചെയ്യാതിരിക്കുന്നത്, സ കഥം വിഭവം പ്രാപ്യ മോദതേച തഥാദിവി. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇവിടെ സകല ഐശ്വര്യങ്ങളും നേടാൻ സാധിക്കുക? ഇനി ഇവിടെ ഇല്ലെങ്കിൽ ആ സ്വർഗത്തിൽ എന്ന് കഴിഞ്ഞാൽ സുഖം അനുഭവിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല എന്നാണ്. രക്തചന്ദന സമ്മിശ്രൈ കോമളൈർ വില്വപത്രകൈ. നല്ല ഭംഗിയുള്ള കോമളമായിരിക്കുന്ന വില്വപത്രം, കൂവളത്തില. ആ കൂവളത്തില രക്തചന്ദന സമ്മിശ്രൈ, രക്തചന്ദനം പുരട്ടിയിട്ട് ഭവാനി പൂജിതായേന സഭവേൻ നൃപതി ക്ഷിതൗ. അങ്ങനെ ആ ദേവിയെ പൂജിച്ചു കഴിഞ്ഞാൽ അയാൾ ഈ രാജ്യത്തിൻ്റെ രാജാവായിട്ട് തീരും, അധികാരിയായിട്ട് മാറും എന്നാണ്. അപ്പം ഇത് കേട്ട് രാഷ്ട്രീയക്കാരൊക്കെ ഈ പൂജ ചെയ്താൽ അവർക്കും ആ നിലയിലേക്ക് എത്താം എന്നുകൂടി പറയാതെ പറയുന്നുണ്ട് ഇവിടെ. നാരാധിതായേന ശിവാസനാതനീ ദുഃഖാർത്തിഹ സിദ്ധികരീ ജഗദ്വരാ ദുഃഖാവൃത ശത്രുയുതശ്ച ഭൂതലേ നൂനം ദരിദ്രോ ഭവതീഹ മാനവ. മംഗളസ്വരൂപിണിയാണ് ദേവി, അല്ലേ? നിത്യയാണ്, ദുഃഖമില്ലാത്തയാക്കുന്നവളാണ്, അതിൽ തൽപരയുകൂടിയാണ് ആ ദേവി. ദുഃഖാർത്തിഹ സിദ്ധികരീ ജഗദ്വര, സിദ്ധിപ്രദയായിരിക്കുന്ന ജഗത്തിൻ്റെ മറ്റെല്ലാറ്റിലും ശ്രേഷ്ഠമാണ്. വരം എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അങ്ങനെ ആരാണോ ആ ദേവിയെ പൂജിക്കാത്തത്, അവൻ ലോകത്തിൽ ദുഃഖാവൃത ശത്രുയതശ്ച നൂനം ദരിദ്രോ ഭവതീഹ മാനവ. ദുഃഖിതനാവും, ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുന്നവനാവും, ദരിദ്രനായി മാറും. ഇനി യാം വിഷ്ണുരിന്ദ്രോ ഹര പത്മജോ തഥാ വഹ്നി കുബേരോ വരുണോ ദിവാകര ധ്യായന്തി സർവാർത്ഥസമാപ്തിനന്ദിതാ താം കിം മനുഷ്യാ ന ഭജന്തി ചണ്ഡികാം. വിഷ്ണു, ഇന്ദ്രൻ, ഹരൻ മഹാദേവൻ, ബ്രഹ്മാവ് പത്മജൻ ബ്രഹ്മാവ്, വഹ്നി അഗ്നി, കുബേരൻ വരുണൻ, ദിവാകര സൂര്യൻ, ഇവരൊക്കെ തന്നെ ദേവന്മാര് സർവാർത്ഥസമാപ്തി നന്ദിതാസ്താം. ആ സർവാർത്ഥങ്ങളും നേടിയ സംതൃപ്തിയോടുകൂടി ആരെയാണോ ധ്യാനിക്കുന്നത്, ധ്യായന്തി, ആ ദേവിയെ, ആ ചണ്ഡികാദേവിയെ, കിം മനുഷ്യാന ഭജന്തി, എന്തുകൊണ്ട് മനുഷ്യർ ഭജിക്കുന്നില്ല എന്നൊരു ചോദ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ 24-ാമത്തെ ശ്ലോകം സമർപ്പിക്കുന്നത്. നാളെ 25-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. ഒഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപ
രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം
ശ്രീ മഹാദേവ്യേ നമഃ.